എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ഫ്രഷ് സ്ട്രോബെറി ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കാം. സ്ട്രോബെറി സ്ട്രൂസൽ കേക്ക്. ഒരു പാത്രത്തിലേക്ക് 3/4 കപ്പ് മൈദ, 1/2 കപ്പ് ബ്രൗൺ ഷുഗർ, ഒരു നുള്ള് ഉപ്പ്, കുറച്ച് സിനമൺ പൗഡർ, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ബട്ടർ, റൂം ടെമ്പറേച്ചർ ആവണം കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കാം. ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ആക്കിയാൽ മതി. ഇപ്പോൾ കണ്ട നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ സ്ട്രൂസൽ ഫില്ലിംഗ് എന്ന് പറയണത്. അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നല്ല ഫ്രഷ് സ്ട്രോബെറി എടുക്കുക. ഇത് ഞാൻ കഴുകിയിട്ട് എടുത്തു വെച്ചതാണ്. ഇത് നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഞാനിതിപ്പോൾ ഒരു 6 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഒരു 10 ഒക്കെ എടുക്കാം. നിറയെ സ്ട്രോബെറി ഉണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ നിറയെ ഇടാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ കോൺഫ്ലോർ. ഇനി നന്നായിട്ട് മിക്സ് ആക്കാം. അപ്പോൾ നമ്മൾ ഈ പാത്രം കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 75 ഗ്രാം ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 3/4 കപ്പോളം പൊടിച്ച പഞ്ചസാര. അപ്പോൾ ഞാനിത് 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതുകൊണ്ട് 3/4 കപ്പ് പഞ്ചസാര. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലൊക്കെ എടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ സ്പാച്ചുല വെച്ചിട്ട് ഒന്നിങ്ങനെ വടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടും. ബട്ടറും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു മുട്ട. ഇതൊരു വലിയ മുട്ടയാണ്. ചെറിയ മുട്ടയാണെങ്കിൽ 2 മുട്ട ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ഉപ്പ്, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ബട്ടറും പഞ്ചസാരയും മുട്ടയൊക്കെ കൂടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇനി ഈ മൈദ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ആക്കിക്കൊണ്ടേ വരാം. ഒരുമിച്ച് എല്ലാ മൈദയും കൂടി ഇടണ്ട. കുറേശ്ശെ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ ഈ കേക്ക് ബാറ്റർ വന്നിട്ട് ഇതേപോലെ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു ചതുരത്തിലുള്ള കേക്ക് ട്രേയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് നീളത്തിൽ ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് വെന്ത് കഴിയുമ്പോൾ അങ്ങനെ തന്നെ ഇങ്ങനെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഇങ്ങനെ പൊന്തിച്ച് എടുക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുമല്ലോ, അതേപോലത്തെ കേക്ക് ട്രേ വേണം. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഇല്ല. അത് കാരണം കൊണ്ട് ഞാൻ ഇതേപോലെയാണ് ചെയ്യണത്. ഇനി ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ചേക്കണ സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. അതും ഇതേപോലെ എല്ലാം നല്ല ഭംഗിയായിട്ട് മേലെ ഇട്ട് കൊടുക്കാം. സ്ട്രോബെറിയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഈ മൈദയൊക്കെ നമ്മൾ മിക്സ് ആക്കി വെച്ചില്ലേ, ആ ഫില്ലിങ്ങും മേലെ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കണ ഓവനിലേക്ക് ഒരു 40 മിനിറ്റ് നേരം വെച്ച് ബേക്ക് ചെയ്തെടുക്കാം.
കേക്ക് റെഡിയായി. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. കേക്ക് എടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. നമ്മൾ ഈ ബട്ടർ പേപ്പർ അങ്ങോട്ട് മേലേക്ക് ഇങ്ങനെ പൊന്തിച്ച് എടുത്താൽ മതി. ഇത് നമുക്കിങ്ങനെ കമത്തി എടുക്കാനായിട്ട് പറ്റില്ല, അതിൻ്റെ മേലെയാണല്ലോ ഫില്ലിംഗ് ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കേക്ക് ട്രേ ആണെങ്കിൽ അത് പിന്നെ ബുദ്ധിമുട്ടില്ല, വേഗം തന്നെ എടുക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നല്ല എളുപ്പമാണ്, ഇങ്ങനെ അങ്ങോട്ട് പൊന്തിച്ചെടുത്താൽ മതി. കേക്ക് റെഡിയായി. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പൊടിച്ച പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സ്ട്രോബെറിയുടെ ടേസ്റ്റും മണവും എല്ലാം കൂടിയിട്ട് നല്ല സ്വാദുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. എപ്പോഴും ഒരേപോലെ കേക്ക് ഉണ്ടാക്കണേക്കാട്ടും ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.